അഹമ്മദ്, വല്ലാത്ത ചൂടാണ്. നമ്മളും അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ചൂടിൽ നമ്മളെക്കാൾ വെന്തുരുകുന്ന ഒരു മനുഷ്യനുണ്ട്. മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി അബ്ദുൾ സലാം. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഈദ് നമസിന് മലപ്പുറം ടൗണിലെ മദിൻ മസ്ജിദിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആയ ഒരാൾ അദ്ദേഹത്തിനെ ഒറ്റുകാരൻ, ട്രൈറ്റർ എന്ന് വിളിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മലപ്പുറത്ത് ഒരു BJPക്ക് തെരഞ്ഞെടുപ്പ് മെഷീനറി വർക്ക് ചെയ്യാത്തതുകൊണ്ടാണോ, അതോ CAA തുടങ്ങിയ സെൻസിറ്റീവായ കാര്യങ്ങളിൽ വേണ്ടത്ര പ്രചാരണം നടത്തുന്നതിൽ ആ പാർട്ടിക്ക് ഉണ്ടായ പാളിച്ചയാണോ? അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ. ഈ ഡോക്ടർ അബ്ദുസലാം BJP പട്ടികയിലെ ഒരേ ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ്. പക്ഷേ അദ്ദേഹം നിരാശനാണ്. ഇതെല്ലാം കൂടി ചേർന്നതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ മലപ്പുറത്ത് ഇപ്പോൾ 70% മുസ്ലിം കമ്മ്യൂണിറ്റി ആണ് മലപ്പുറം മണ്ഡലത്തിലെ വോട്ടർമാർ. പാർട്ടി ഏതാവട്ടെ, ആ ഒരു മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്, അതും ഒരു പക്ഷേ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും അഭ്യസ്ത വിദ്യനായ ഒരാൾ, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ, സയൻറ്റിസ്റ്റായ ഒരാൾ, VC ആയിരുന്ന പ്രൊഫൈലുള്ള ഒരാൾ, ഹൈ പ്രൊഫൈലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയ വലിയ പുതുമയും കൗതുകമൊക്കെ ഉണ്ടാക്കി. ആദ്യ ലിസ്റ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വരികയും ചെയ്തു. പക്ഷേ സലാം സാറ് ഇലക്ഷൻ വർക്കുമായിട്ട് മുന്നോട്ട് പോകും തോറും ഞാൻ തന്നെ ഉരുകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചൂടിൽ സാറ് പറഞ്ഞ പോലെ അന്തരീക്ഷത്തിലെ ചൂടും ഇലക്ഷൻ്റെ ചൂടും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളുരുകുന്നുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം നേരിടുന്ന അനുഭവങ്ങൾ അത്തരത്തിലുള്ളതാണ്. അതിലൊന്നാണ് ഈ കഴിഞ്ഞ പെരുന്നാൾ. സാധാരണഗതിയിൽ പെരുന്നാൾ പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ആര് വന്നാലും സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് പൊതുവെ മുസ്ലിം കൾച്ചർ. പെരുന്നാൾ പള്ളിയിലാണെങ്കിൽ അത് പ്രത്യേക പുണ്യപ്പെട്ട കാര്യമാണ്. പെരുന്നാൾ പള്ളിക്ക് ആര് വന്നാലും ചേർത്ത് പിടിക്കുക. പരിചയമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആലിംഗനം ചെയ്ത് പിരിഞ്ഞ് പരിചയം പുതുക്കുകയും പരസ്പരം പ്രാർത്ഥിച്ചൊക്കെ പിരിയുക എന്നുള്ളതാണ്. സലാം സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്നയാളാണ്. മലപ്പുറത്തെ മഅദീൻ അക്കാദമി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മാതൃകാപരമായ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്ന ഒരാൾ സ്ഥാനാർത്ഥി ആയിക്കൊള്ളട്ടെ, അക്കാഡമിക് രംഗത്ത് വളരെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ പെരുന്നാളിൻ്റെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തോട് പെരുമാറിയത്, ഒരാളായിരിക്കാം മോശമായിട്ട് പെരുമാറിയത്, പക്ഷേ ബാക്കിയുള്ളവരൊക്കെ നോക്കിയെന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സൈലൻ്റായിട്ട് നോക്കിയെന്നു. സത്യത്തിൽ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കേണ്ടതല്ലേ, ഇടപെടേണ്ടതല്ലേ? ഇത് പള്ളിയാണെന്നെങ്കിലും പറയണ്ടേ? ഇത് പള്ളിയാണ്, ഇന്ന് പെരുന്നാളാണ്, ഇവിടെ ആര് വന്നാലും മാന്യമായി പെരുമാറണമെന്ന് പറയണ്ടേ? ആരും പറഞ്ഞില്ല. അത്രയേറെ എനിക്ക് തോന്നുന്നു ഒന്ന് വലിയ തോതിലുള്ള ഒരു BJP വിരോധം മുസ്ലിം മനസ്സിൽ ഉണ്ടാക്കി വെച്ചത് അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം മലപ്പുറത്ത് ജീവിച്ചയാളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറത്ത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നിന്ന അവസരത്തിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലും പുറത്തും ഈ മീഡിയ വണ്ണിനോട് സംസാരിക്കുമ്പോഴും ഞാൻ കണ്ടിരുന്നു അദ്ദേഹം CAA അനുകൂലിക്കുന്നത്. അത് വിശദമാക്കുകയൊക്കെ ചെയ്തു. അതെ, അത് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദ്യ തുടക്കത്തിലുണ്ടായിരുന്ന കോൺഫിഡൻസ് ചോർന്നു പോകുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതിന് അദ്ദേഹം നേർക്കുനേരെ അതിൻ്റെ കാരണങ്ങൾ ഒരു മറയുമില്ലാതെ അദ്ദേഹം പറയുന്നത് പാർട്ടി മെഷീനറി സ്വീകരിക്കുന്ന സമീപനമാണ്. ഒന്ന്, പാർട്ടി മെഷീനറിക്ക് ഡോക്ടർ അബ്ദുസലാം സാറിനെ പോലുള്ള ഒരു അക്കാഡമിക്കിനെ കൊണ്ടുവന്ന് മലപ്പുറം പോലുള്ള ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി ഇന്നലെ വരെ സ്വീകരിച്ച സ്ട്രാറ്റജി ആവില്ല. കാരണം ഇന്നലെ വരെ അവർ സ്വീകരിച്ചു. അപ്പോൾ സലാം സാർ ഇതിനകത്തും പറയുന്നുണ്ട്, പരമ്പരാഗത രീതിയിൽ ഇപ്പോൾ ആകെ BJP സ്ഥാനാർത്ഥികൾ എവിടെ പോവുക? RSSകാരും BJPക്കാരും ഉള്ള 1-2 കുടുംബത്തിൽ, അവിടെയുള്ള 8-10 പേര്. അദ്ദേഹം പറയുന്നുണ്ട് 2 അമ്പലങ്ങളിൽ പോകണമെന്ന് പറഞ്ഞു, ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോവുക. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന ഒരു RSS നേതാവിൻ്റെ വീട്ടിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ 25 പേരെ ഉണ്ടായിരുന്നുള്ളൂ. RSS നേതാവിൻ്റെ മീറ്റിങ്ങുകൾ സാധാരണഗതിയിൽ ഇത്തരം നേതാക്കന്മാരുടെ വീടുകളിലാണ് BJPയുടെ ഇലക്ഷൻ ക്യാമ്പയിന് കൺവെൻഷനുകൾ നടക്കുക. കൺവെൻഷനിൽ പങ്കെടുത്ത വളരെ വാശിയേറിയ ഇലക്ഷൻ ആണ്. ഈ ഇലക്ഷനിൽ അവിടുത്തെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്ത 25 പേരാണ് അല്ലേ? അതിൽ തന്നെ മഹാഭൂരിപക്ഷം കുട്ടികളാണെന്നും പറയുന്നുണ്ട്. എത്ര ദയനീയമാണ് ആ സ്ഥിതി, ആലോചിച്ചു. സലാം സാറിനെ പോലൊരു കാൻഡിഡേറ്റിനെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടു നടക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു സ്ഥലത്ത് 100-200 പേരെങ്കിലും ചേർക്കണ്ടേ? ചേർക്കാനൊക്കെയുള്ള കപ്പാസിറ്റി അവിടുത്തെ പാർട്ടിക്കുണ്ട്. മലപ്പുറം ജില്ലയിൽ അത്ര മോശമൊന്നുമല്ല BJP.
അപ്പോൾ അത് അവർ ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത് അവർ കൊണ്ടുപോകുന്നത് എന്നും ഇപ്പോൾ ഈ ഹിന്ദു കാൻഡിഡേറ്റ്സ് അമ്പലങ്ങളിൽ ചെന്ന് കാണുന്നവരോടൊക്കെ ഒന്ന് വോട്ട് ചോദിച്ച് പോരുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BJP-കാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കുട്ടികളെയും മക്കളെയും കാണുന്നത് പോലെ അല്ല. വലിയ സാധ്യത ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ സലാം സാറ് തന്നെ മുൻകൈ എടുത്ത് ലിസ്റ്റിട്ട് BJP-കാരെ കൂടെ കൂട്ടി പോയിരുന്നത് ആദ്യം ഞാൻ കണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പലതരത്തിൽ സമീപിക്കേണ്ടി വന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. ഒരുപാട് കോളേജുകൾ, സ്കൂളുകൾ, പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് ചെയ്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ അദ്ദേഹത്തിന് കയറി ചെല്ലാം. അത്തരം സ്ഥാപനങ്ങളെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തടയില്ല. അദ്ദേഹം BC ആയത് മുസ്ലിം ലീഗിന്റെ കോട്ടയിലാണ്. അതൊക്കെ നോമിനിയാണ്. അവർക്ക് അന്ന് അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ആരധികാരത്തിൽ വരുമ്പോഴും ഉണ്ടാ പ്രശ്നം. പിന്നെ യൂണിവേഴ്സിറ്റികൾ ജാതികൾക്ക് വിധിച്ചു കൊടുക്കുമല്ലോ, സാമുദായികമായിട്ട് വിധിച്ചു കൊടുക്കും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുസൽമാന് കിട്ടിയതാണ്. അത് UDF ആണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ലീഗായിരിക്കും, അവരാണ് നിയമിക്കുക. അപ്പോൾ അവരിങ്ങനെ തിരഞ്ഞു നോക്കിയിട്ട് മഷിയിട്ട് നോക്കിയിട്ട് അവിടുത്തെ ഒരു ഹൈസ്കൂൾ അധ്യാപകനെ നിയമിക്കാൻ നോക്കി, ഹമീദ് മാഷ്. അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞാൽ പാനലിൽ തള്ളിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്ന് ഇദ്ദേഹം ഒടുവിൽ വന്നത്. ഇദ്ദേഹമാണ് ഇപ്പോൾ അവർക്ക് കണ്ടു കിട്ടിയതിൽ ഒരാൾ. അദ്ദേഹം ഒരു ലീഗ് ആളല്ലായിരുന്നു അല്ലേ? ഒരിക്കലും അല്ല. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഒരിക്കലും അദ്ദേഹം ലീഗൊന്നും ആയിരുന്നില്ല. അപ്പം ലീഗിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കിട്ടിയാൽ മതി അവസാനം. ഗത്യന്തരമില്ലാതെ നിയമിച്ചതാവാനുള്ള സാധ്യത. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ നിരാശപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ സാറിനോട് പറയാം, മലപ്പുറത്തെ ഒരു ഇലക്ഷൻ ഞാൻ കാണുന്നതുകൊണ്ടാണ്. ഒന്ന്, BJP-ക്ക് എതിരായി മലപ്പുറത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം വോട്ടർമാർക്ക് മഹാഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ BJP-യുടെ ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ ഉയരാവുന്ന ചോദ്യങ്ങൾ ആരാണ് ആദ്യം ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്? BJP ലീഡർഷിപ്പാണ്. BJP ലീഡർഷിപ്പ് അത് വിശദീകരിക്കാൻ തയ്യാറാവണം. മലപ്പുറത്ത് എന്നല്ല, കേരളത്തിൽ പോലും ഇല്ല സാറേ. ആരാണ് ഇപ്പോൾ ഈ നേർക്കുനേരെ വന്ന ഈ വിമർശനങ്ങൾ? ഇപ്പോൾ CAB എന്ന് പറയുന്ന നിയമം, 2 യൂണിഫോം സിവിൽ കോഡ്, മുത്തലാഖ്, ഇങ്ങനെ പ്രധാനപ്പെട്ട മുസ്ലിം ആശങ്കകൾ, മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ആർട്ടിക്കിൾ 370, കാശ്മീർ ഇഷ്യൂ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് മുസ്ലിം മനസ്സുകളിലെ ആശങ്ക ദൂരീകരിക്കാൻ പണിയെടുക്കേണ്ടത് ആരാണ്? സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് ഈ CPIM-ലൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വലിയ മൈതാനങ്ങളുണ്ടല്ലോ, തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനമൊക്കെ, അവിടെ അവർ വൈകുന്നേരം മീറ്റിംഗ് വെച്ചിരിക്കും. ജനങ്ങളോട് വിശദീകരിക്കുകയാണ് എന്താണ് ഈ സംഭവം എന്ന്. അതുപോലെ ഈ CAA-യുടെ കാര്യത്തിൽ ഇനി ഈ ജയിച്ചു കഴിഞ്ഞ് വരുന്ന മോദി മന്ത്രിസഭ തീർച്ചയായിട്ടും കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഏക സിവിൽ കോഡ്. അപ്പൊ ഇപ്പൊ തന്നെ രംഗം ഒരുക്കുകയാണല്ലോ വേണ്ടത്. അതെ, തീർച്ചയായിട്ടും. വിശദീകരണ യോഗങ്ങളൊക്കെ ധാരാളം വേണ്ടതായിരുന്നു, പ്രത്യേകിച്ചും മലബാറിൽ. അത് പാർട്ടി നടത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. നടത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് മലപ്പുറത്തോ കോഴിക്കോട്ടെങ്കിലും പ്രധാനമന്ത്രി പങ്കെടുത്തില്ലെങ്കിൽ പോലും അത്ര പ്രാധാന്യമുള്ള കേന്ദ്രീകരിച്ചൊരു യോഗം സംഘടിപ്പിച്ചിട്ട് ഈ മലബാർ മേഖലയിലെ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളൊക്കെ, ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും ഭൂരിപക്ഷവും അല്ലെങ്കിൽ സാമാന്യം വോട്ട് ഷെയറും ഒക്കെയുള്ള മുസ്ലിം വോട്ട് ഷെയറുള്ള മണ്ഡലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഈ ആശങ്കകൾ നീക്കാൻ ശ്രമിക്കണമായിരുന്നു. ശ്രമിച്ചിട്ടില്ല. 2, മുസ്ലിം പ്രദേശങ്ങളിൽ മുസ്ലിം പോക്കറ്റുകളിലേക്ക് സലാം സാറിനെ പോലെ ഒരാളെ എത്തിക്കാനും അവരോട് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തെ കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു സലാം സാറിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, മുസ്ലിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് BJP സ്ഥാനാർത്ഥിയെ എത്തിക്കാനും അവരോട് സംവദിക്കാനും അവരുടെ മനസ്സറിയാനും, തിരിച്ചും അവരെ മനസ്സറിയാനും ആശങ്ക അകറ്റാനും, ഗീവ് ആൻഡ് ടേക്ക്, അങ്ങനെ ഒരു പോളിസി ഇപ്പോഴും കേരളത്തിലെ BJP കൈക്കൊണ്ടിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ദയനീയമായ, അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് അല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ആശങ്ക വളരെ ന്യായമാണ്. അദ്ദേഹം നേരിട്ട് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും മലപ്പുറത്തുകാർ, പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്ഥാപനം ഏതാണെന്നറിയോ സാറിന്? മഅദീൻ അക്കാഡമി എന്ന് പറയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഗ്രൂപ്പിൽ വരുന്ന മഅദീൻ മസ്ജിദ് വലിയ സ്ഥാപനമാണ്, വലിയ ഗ്യാതറിങ് വരുന്ന സ്ഥാപനമാണ്. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ തന്നെ ഇപ്പോൾ അവിടെ കാരന്തൂർ മർക്കസ് അവരുടെ ഒരു നോളജ് സിറ്റി കഴിഞ്ഞാൽ സംസ്ഥാനത്തല്ല ഇന്ത്യയിലെ തന്നെ വലിയ സ്ഥാപനങ്ങളൊന്നാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് കുട്ടികൾക്ക് മാതൃകാപരമായി ആധുനിക വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം
താരതമ്യേന അപ്രധാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുന്ന എല്ലാ മാസവും വലിയ തോതിലുള്ള ഗാദറിങ്സ് നടക്കുന്ന, വലിയ പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുന്ന ആ പള്ളിയിലൊന്നും ഒരിക്കലും അബ്ദുസലാം സാറിനെ പോലെ ഒരാൾക്ക് ഒരു മോശം ട്രീറ്റ് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ചും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് കേരളത്തിലെ പണ്ഡിതന്മാരിൽ ആദ്യം ഒരു കാര്യം വിളിച്ചു പറഞ്ഞത്, ആദ്യമായി പ്രഖ്യാപിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമുള്ളവരല്ല സുന്നികൾ. അദ്ദേഹം പറയുന്നുണ്ട്, വൈൽ എക്സ്റ്റെൻഡിങ് ഈദ് വിഷസ് എ 60-year-old man insulted me and called me a traitor. Those around me remained silent. അതാണല്ലോ പ്രശ്നം. I was heartbroken. സലാം സാർ എന്താ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ, ഒന്ന്, അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്ന നിലയിലെത്തിയ വൈസ് ചാൻസലർ പോലുള്ള പദവികളൊക്കെ വഹിച്ച ഒരാളാണ്. കേന്ദ്രത്തിലെ ഗവൺമെൻറ്റും ഇപ്പം മോദി ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും യോഗ്യതയൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ക്ഷണിക്കുകയും അദ്ദേഹം പാർട്ടി ചേരുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു ബഹുമാനവും ഒക്കെ മലപ്പുറത്തെ വോട്ടർമാരും മലപ്പുറത്തെ സാധാരണ മനുഷ്യരും അദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ ഇദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ പാർട്ടിക്ക് കൂടി കഴിയണം. ഇത് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലുള്ള ഭാഗമാണ് ഞാൻ വായിച്ചത്. പക്ഷേ ഇത് 3-4 ദിവസം മുമ്പേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, ക്രിസ്മസിന് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ BJP-ക്കാർക്കും RSS-കാർക്കും പോയി ആശംസകൾ നേരാമെങ്കിൽ ഈദിന് എന്താണ് പോയാൽ അദ്ദേഹം ചോദിച്ചിരുന്നു. അതെ, അദ്ദേഹം ചോദിച്ച ചോദ്യമാണത്. ഞാൻ പറയാം, അങ്ങനെ ഒരു ശീലം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ സാറേ. ഒന്ന്, ഇനിയിപ്പോൾ സലാം സാർ വരുമ്പോൾ പൊടുന്നതിനെ പറ്റില്ലെങ്കിലും തുടക്കം കുറിക്കണ്ടേ, അതിന് സാറിനെ സപ്പോർട്ട് ചെയ്യണ്ടേ. അതൊക്കെയാണ് സാറിൻ്റെ വേദന. വളരെ ന്യായമാണ്. അപ്പോൾ സാറിന് പറ്റിയൊരു സംഗതി ഇതാണ്. ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് കേരളത്തിലെ മുസ്ലിം ആത്മീയ നേതാക്കളിൽ ആദ്യമായി സുന്നികൾക്ക്, മത വിഭാഗങ്ങൾക്ക് ആത്മീയ ചിന്താ പദ്ധതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ മമതയും വിരോധവും ആവശ്യമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരാം. കമ്മ്യൂണിസ്റ്റുകാരോട് വലിയ വിരോധം പുലർത്തുന്ന കാലത്താണ് അരിവാൾ സുന്നി എന്ന പ്രയോഗം ഉണ്ടായത്. അപ്പോൾ ഞാൻ പറയുന്ന അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് കാന്തപുരം ഉസ്താദ് വലിയ അടുപ്പത്തിലാണ്. കേന്ദ്ര ഗവൺമെൻറ് അനുമതിയോടുകൂടി അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ഒരുപാട്, കാശ്മീർ തൊട്ട് ബംഗാൾ വരെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവരുടെയൊക്കെ ഒരു ക്യാമ്പയിനുകളിലും ലഘുലേഖകളിലും ഒക്കെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരക്കാരെ തിരിച്ചറിയുന്നുണ്ട്. സുന്നി ഓർമ്മയില്ല, വലിയ സുന്നി കോൺഫറൻസുകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഇന്ത്യ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിങ്ങളെ അറിയാനും അവരെ അടുപ്പിക്കാനും നടക്കുന്ന ശ്രമങ്ങളുടെ ഒരു ചെറിയ വെളിച്ചം പോലും ഇപ്പോഴും കേരളത്തിലെ BJP-യിൽ എത്തിയിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലേ സലാം സാറിന്റെ സംഘടന. ഇതിൽ മഹിളാ മോർച്ചക്കാര് ഒരു മീറ്റിങ്ങിന് വിളിച്ചിരുന്നു. അതുകൊണ്ട് എന്താണ് പ്രയോജനം, വേസ്റ്റ് ഓഫ് ടൈം അല്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് കോട്ടക്കുന്ന് പാർക്കിൽ അദ്ദേഹം കാർഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ തന്നെ ചിലർ വിസമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. കോട്ടക്കുന്ന് പാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ചെല്ലുന്നതാണ്. അവിടെ രാവിലെ മോർണിംഗ് വാക്കിനും വൈകുന്നേരം ഒത്തുകൂടാനും കാറ്റുകൊള്ളാനും ഒക്കെ മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്താണ്. അപ്പോൾ ആ രീതിയിൽ ഒരു പാർട്ടിയോട്, ആ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയോട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വെറുപ്പിൻ്റെ ഒരു അംശമുണ്ട്. തീർച്ചയായിട്ടും ആ വെറുപ്പ് ജനാധിപത്യപരമല്ല. ഏത് പാർട്ടിക്കാരൻ വരട്ടെ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സലാം സാർ വന്നപ്പോൾ ഞാൻ ആലോചിച്ചത് അതാണ്. എന്നോട് പലരും ചോദിച്ചു, മാഷെ കാണാൻ സലാം സാർ വന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരണ്ടേ, എല്ലാ വീടുകളിലും കയറിയിട്ട്. ഇപ്പം എൻ്റെ ഒരു പാർട്ടിക്കാരൻ അയാളുടെ പാർട്ടിക്കാരുടെ വീട്ടിലേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യമാണ്? എല്ലാ പാർട്ടിക്കാരും എല്ലാ വീടുകളിലും പോട്ടെ, എന്നിട്ട് വോട്ട് ചോദിക്കട്ടെ. അങ്ങനെ കൾച്ചർ വരികയാണല്ലോ വേണ്ടത്. ആ ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ BJP എല്ലാ പാർട്ടിക്കാരും വരും. അത്തരത്തിൽ BJP-ക്കാർ നേരത്തെ തന്നെ വിശാലമായൊരു സാമൂഹ്യ ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സലാം സാറിന് പരിചയമില്ലെങ്കിലും ഇപ്പം എൻ്റെ നാട്ടിൽ എൻ്റെ കൂടെ വന്നാൽ സലാം സാറിൻ്റെ കൂടെ പക്ഷേ ഞാൻ ചെന്ന് പരിചയപ്പെടുത്തി, അങ്ങനെ പറ്റണമല്ലോ, എല്ലാ പാർട്ടിക്കാർക്കും പറ്റണ്ടേ. അതാത് നാടുകളിൽ അത്തരം പ്രവർത്തകന്മാരുണ്ടാവണ്ടേ. BJP-ക്ക് ഐ ഓപ്പണറാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സംശയമുണ്ട്. ഈ ദുരനുഭവം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് തന്നെ പറയണമായിരുന്നോ, പിന്നീട് പറഞ്ഞാൽ മതിയായിരുന്നു? അത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഈ രാഷ്ട്രീയക്കാരുടെ മെയ്വഴക്കവും പരിചയമൊന്നും ഇല്ലല്ലോ. സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അപ്പോൾ അദ്ദേഹം പറയും. മാത്രമല്ല ഒരു ബ്യൂറോക്രാറ്റ് ആയതുകൊണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സഡൻ ആക്ഷനാണല്ലോ. സഡൻ റെസ്പോൺസും സഡൻ ആക്ഷനുമാണ്. അത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP-ക്കും തലവേദന ഉണ്ടാക്കും. അതിലെനിക്ക് തർക്കമൊന്നുമില്ല. അപ്പോൾ അത് പറയാനുള്ള രീതികൾ അദ്ദേഹം കുറേ കൂടി സമർത്ഥമായി. ഇനി അവിടെ പറഞ്ഞില്ലെങ്കിൽ പത്രക്കാരോട് പറയാതെ
ലീഡർഷിപ്പിനോട് പറയുകയോ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരു അതായിരുന്നു നന്നായിരുന്നു. പ്രായോഗികമായ രീതി അതാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിചയത്തിൻ്റെ കുറവുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഒരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യാനുള്ള പ്രായോഗികമായ ഒരു വിദ്യയും സ്ട്രാറ്റജിയും തന്ത്രങ്ങളും ഒന്നും BJP ആവിഷ്കരിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. BJP ഇപ്പോഴും തുരുത്തുകളിലാണ്. നമുക്ക് ഈ പറഞ്ഞ ഹിന്ദു വീടുകൾ, പരമ്പരാഗത പാർട്ടി വോട്ട് ബാങ്ക്, അങ്ങനെ ഒരു പാർട്ടി എങ്ങനെ വളരും? നമുക്ക് പണ്ടേ ഉണ്ടായിരുന്നവർ മതി. ആ വീട്ടിനകത്ത് കൺവെൻഷൻ ചേർന്നാൽ മതി. അവിടെ 25 പേരിൽ 15 കുട്ടികളും 10 ആളുകളും ചേർന്നാൽ മതി. അങ്ങനെയല്ലല്ലോ, ആ രീതി മാറ്റണ്ടേ? അപ്പോൾ BJP അനിവാര്യമായും ഇപ്പോൾ സലാം സാറിൻ്റെ രീതി എന്താവട്ടെ, അദ്ദേഹത്തെ എങ്ങനെ നിലനിർത്തണം, അദ്ദേഹത്തെ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ പാർട്ടി തീർച്ചയായിട്ടും ആലോചിക്കണം. കാരണം ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് BJPക്ക് മൊത്തത്തിൽ ക്ഷീണം ഉണ്ടാക്കും, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. പക്ഷെ അദ്ദേഹത്തിൻ്റെ രീതി ഞാൻ കണ്ടെടുത്തോളം സ്ട്രീറ്റ് ആയിട്ട് അപ്പം പ്രതികരിക്കുക എന്നുള്ള രീതിയാണ്. അത് ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം പത്രസമ്മേളനത്തിൽ, മലപ്പുറത്തെ പത്രസമ്മേളനത്തിലായിരുന്നു. അതൊന്നും പറയാനല്ല ഞാൻ വന്നത്. BJPക്കെതിരെയുള്ള ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ പത്രക്കാർ ഉന്നയിച്ചപ്പോൾ അത് പറയാനല്ലെങ്കിൽ BJP പ്രതിനിധിയായ സ്ഥാനാർത്ഥി എന്തിനാ പത്രക്കാർ ചോദിക്കണം? അതൊന്നും പറയാൻ ഞാൻ വന്നല്ല. ഞാൻ മോഡി ഡെവലപ്മെൻറ്റ് വന്ന് പറയാൻ, അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇല്ലല്ലോ. ഒരു വിഷയം പറയാൻ അത് മാത്രം ഏറ്റെടുക്കുന്ന ഒരു ഏജൻറ് ഉണ്ടാകാൻ പാടില്ലല്ലോ, ഒരു കാൻഡിഡേറ്റ് ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊരു പൊളിറ്റിക്കൽ മിഷനറി. അദ്ദേഹം ഒരു സീസൺ പൊളിറ്റീഷ്യൻ അല്ല, അക്കാദമിഷ്യനാണ്. അതിൻ്റെ പ്രശ്നമുണ്ട്. അത് അദ്ദേഹത്തെ ഒരു പൊളിറ്റീഷ്യനാണ്. പക്ഷെ വേറൊന്നും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് അദ്ദേഹത്തെ അവസാനിപ്പിക്കാനല്ല, അദ്ദേഹത്തിന്റെ സേവനം ഇനിയും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്കും തോന്നുന്നത്, സാധാരണ രാഷ്ട്രീയക്കാർ ഒരു മൈക്രോഫോണിന്റെ മുമ്പിൽ നിന്നിട്ട് മുമ്പിൽ ആൾക്കൂട്ടം ഇല്ലെങ്കിലും ഒക്കെ പ്രസംഗിക്കുന്ന ആളുകളാണ്. അക്കാദമിഷ്യൻസിന് ആ ശീലം ഉണ്ടാവില്ല. രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ പറഞ്ഞ പോലെ മെയ് വഴക്കമുണ്ട്. അവർക്ക് ഇതിന്റെ ഭവിഷ്യത്തൊക്കെ അറിയുകയും ചെയ്യാം, എപ്പോൾ പറഞ്ഞാലുള്ള കുഴപ്പം അറിയാം. അതെ, അതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് മുറിവേറ്റു എന്ന് തോന്നുന്നു. മുറിവേറ്റിട്ടുണ്ട്. ഒരു സീസൺ പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിൽ അത് വരില്ലായിരിക്കില്ല. മാത്രമല്ല മുറിവേറ്റത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. അതുപോലെ ഹാർട്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ഹാർട്ട് ബ്രേക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് BJPയുടെ പാർട്ടി മെഷീനറി ആലോചിക്കേണ്ടതാണ്. എന്നാൽ ഈ പാർട്ടി മെഷീനറിയുടെ ഇലക്ഷനിയറിംഗ് പ്രോസസ്സിൽ ഇപ്പോഴും ഈ സംഘടനാ രാഷ്ട്രീയം പോലെ അല്ലല്ലോ ഇലക്ഷൻ പൊളിറ്റിക്സ്. അതിൻ്റെ രീതിശാസ്ത്രം അടിമുടി പുനഃപരിശോധന. അതിലൊരു പോയിന്റ് ഉള്ളത്, ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മോദി സർക്കാർ ഒരു ഭീഷണിയാണ് എന്ന് CPM-ഉം മറ്റും പ്രചരിപ്പിക്കുന്നതിനെ ചെറുക്കാൻ അത്യാവശ്യം വിശദീകരണ യോഗങ്ങൾ നടത്തേണ്ടതായിരുന്നു. അത് നടത്തിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. നടത്തേണ്ടതായിരുന്നു. അതുകൊണ്ട് സലാമിനെ തള്ളിക്കളയാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുത്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ല, ഇനി അങ്ങോട്ട് അതാണ് വേണ്ടത്. പക്ഷേ ഈ ഇലക്ഷനിൽ സലാം സാറിന്റെ പ്രതികരണം ഉണ്ടാക്കിയ പരിക്ക് സാമാന്യം ചെറുതാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതിന് ആവശ്യമുള്ള ജാഗ്രത കലയെക്കുട്ടി, അതും സലാം സാറിനെ പോലെ ഒരാളെ മലപ്പുറം പോലൊരു മണ്ഡലത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ആവശ്യമായ ആശയപരമായ പരിചയം, സംരക്ഷണവും കവചവും പ്രചാരണ മെഷീനറിയും ഒക്കെ അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കണമായിരുന്നു. മാത്രമല്ല, ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ എല്ലാ മതവിഭാഗങ്ങളും ഒക്കെ വേണമല്ലോ, തീർച്ചയായിട്ടും സമുദായങ്ങളും ഒക്കെ വേണം. അപ്പൊ കുറേയും കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അത് സലാം സാറിന്റെ പ്രതികരണം അതിന് ഉതകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.